Welcome to AutoCAD online training. എൻ്റെ പേര് സീന. ഞാൻ BIMLABS ടെക്നിക്കൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. BIMLABS ഓട്ടോഡെസ്കിന്റെ ഓതറേഴ്സ് ലേണിംഗ് പാർട്ട്ണർ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെയർ മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്. മെയിൻ ആയിട്ട് ലെയറിന്റെ യൂസ് എന്ന് പറയുന്നത് ഒരു ഡ്രോയിങ്ങിനകത്ത് ഒബ്ജക്ട്സിന്റെ ഫംഗ്ഷൻ അനുസരിച്ച് നമുക്ക് അതിനെ പ്ലേസ് ചെയ്യാനുള്ള ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ലെയർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സാധാരണ ഈ ഡ്രോയിങ്ങിനകത്തുള്ള ഒരു കോംപ്ലിസിറ്റി ഒക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ലെയർ യൂസ് ചെയ്യാം. നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ലെയർ യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഹോം ടാബിനകത്ത് ലെയർ എന്നൊരു പാനൽ ഉണ്ട്. അതിനകത്ത് ലെയർ പ്രോപ്പർട്ടീസ് എടുക്കാം. ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 0 ലെയർ എന്നൊരു ലെയർ കിടപ്പുണ്ട്. ഇതാണ് ഡിഫോൾട്ട് ലെയർ. ഈ ലെയറിനെ ഡിലീറ്റ് ചെയ്യാനോ റിനീം ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. നമുക്ക് പുതിയൊരു ലെയർ ഇവിടെ ആഡ് ചെയ്യാം. ഞാൻ ഒരു 3 ലെയർ ആഡ് ചെയ്യാണ്. ഞാൻ അതിന് ഒരു നെയിം കൊടുക്കുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിനെയിം ചെയ്യാം, ഓർ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് റിനെയിം ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, ഞാനിങ്ങനെ 3 ലെയർ ക്രിയേറ്റ് ചെയ്യാണ്. ഇതിന് മെയിൻ ആയിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് ഇവിടെ കിടപ്പുണ്ട്. അത് ഞാൻ ലെയറിലേക്ക് ഒബ്ജക്ട്സ് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം ഈ ഓൺ ഫ്രീസ് ലോക്ക് എന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. അതിന് മുന്നേ നമുക്ക് ഈ ലെയറിന് ഓരോ പ്രോപ്പർട്ടീസ് അസൈൻ ചെയ്യാം. ഫസ്റ്റ് ലെയറിന് ഞാനൊരു കളർ കൊടുക്കുകയാണ്. ഈ മെയിൻ ആയിട്ട് 253 കളേഴ്സ് ആണ് ഇതിനകത്തുള്ളത്, ഓട്ടോകാഡിനകത്തുള്ളത് ഇൻഡെക്സ് കളർ ആയിട്ട്. ദെൻ അടുത്ത് ഓരോ ഇൻഡെക്സ് കളറിന് ഒരു ട്രൂ വാല്യൂ ഉണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ കളർ ബുക്ക് ആണ്. നമുക്ക് ഈ ഏഷ്യൻ പെയിന്റ്സ് പോലത്തെ കമ്പനീസിനൊക്കെ അവരുടേതായ ഒരു കളർ ബുക്കും ഒരു കളർ കോഡൊക്കെ ഉണ്ടാവും. അതാണ് ഇതിനകത്തുള്ളത്. ഇൻഡെക്സ് കളറിനകത്ത് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോ ഏതെങ്കിലും ഒരു കളർ ഇവിടുന്ന് കളർ ചൂസ് ചെയ്ത്, ഇപ്പം 61 എന്ന നമ്പറിൽ വരുന്ന ഒരു കളർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ട്രൂ കളറിൽ പോയിട്ട് അതിന്റെ RGB എടുത്തു കഴിഞ്ഞാൽ ആ ഇവിടെ വന്ന 61 എന്ന ആ ഒരു കളറിന്റെ ട്രൂ വാല്യൂ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമുക്ക് 3 ഓപ്ഷൻസിൽ ഇവിടെ കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കളർ ഇവിടെ സെലക്ട് ചെയ്യുന്നു. 60 എന്നൊരു കളർ സെലക്ട് ചെയ്യുന്നു. ഇത് ഇവിടെ 60 എന്നൊരു കളർ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കളർ ഇവിടെ എടുക്കുന്നു. ദെൻ ഇവിടെ 191 എന്നൊരു കളർ വന്നിട്ടുണ്ട്. മൂന്നാമത്തെ കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ട്രൂ കളറാണ് എടുക്കുന്നത്. അവിടെ RGB കളർ മെത്തേഡ് RGB ആക്കിയിട്ട് ഞാൻ ഇവിടെ കളർ ടൈപ്പ് ചെയ്യും. അപ്പം ഞാൻ 122, ദെൻ ഇവിടെ 145, ദെൻ 90 എന്നൊരു കളർ കൊടുത്ത് കണ്ടോ. അതിന് ഈ ഒരു 3 കളർ കൂടെ മാച്ച് ചെയ്തിട്ടുള്ള ഒരു ട്രൂ വാല്യൂയിലുള്ള ഒരു കളർ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയായിരിക്കും ഇവിടെ അത് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ആ ലെയേഴ്സ് എല്ലാം അസൈൻ ചെയ്യാൻ പറ്റും ഓരോ ഒബ്ജക്റ്റില്. ഇപ്പൊ ഇത് ഇവിടെ കിടക്കുന്നത് 0 ലെയറിലാണ്. ഞാൻ ഒരു ഒബ്ജക്റ്റ് നമുക്ക് വേണമെങ്കിൽ 0 ലെയറിൽ വരയ്ക്കാം. ഇപ്പൊ ഇത് ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് 0 ലെയറിലാണ്. രണ്ടാമത് ഞാൻ 1 എന്ന ലെയർ ആക്റ്റീവ് ആക്കിയതിനു ശേഷം നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ വേറൊരു ഒബ്ജക്റ്റ് വരയ്ക്കാം. മൂന്നാമത്തെ ലെയറിലേക്ക് വേണമെങ്കിൽ ആക്കിയതിനു ശേഷം അതിനകത്തേക്ക് വീണ്ടും ഞാനൊരു റെക്ടാംഗിൾ വരയ്ക്കുന്നുണ്ടോ. നമുക്ക് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെയൊക്കെ നമുക്ക് റെക്ടാംഗിൾ വരയ്ക്കാൻ പറ്റും. ഇനി അടുത്തെന്ന് പറയുന്നത് ഞാൻ ഇതിനകത്ത് പിന്നെ ഒരു റെക്ടാംഗിൾ വരയ്ക്കുകയാണ്. എനിക്ക് ഈ റെക്ടാംഗിൾ ഈ രണ്ടാമത്തെ ലെയറിലല്ല വരേണ്ട, മൂന്നാമത്തെ ലെയറിലാണ് വരേണ്ടെങ്കിൽ നമുക്ക് ലെയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്തതിനു ശേഷം മൂന്നാമത്തെ ലെയറിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇതിപ്പോ മൂന്നാമത്തെ ലെയറിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ രണ്ടാമത്തെ ലെയർ തന്നെയാണ് കറണ്ട് ലെയർ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇതിന്റെ കളർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ലൈൻ ടൈപ്പ് ആണ്. ഇത് ഈ ഒരു ലെയറിനകത്തുള്ള ഒബ്ജക്ട്സ് ഏത് ലൈൻ ടൈപ്പിൽ വിസിബിൾ ആവണോ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഞാൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കണ്ടിന്യൂസ് എന്നൊരു ലൈനാണ് കിടപ്പുള്ളത്. നമുക്ക് പുതിയ ലൈൻ ടൈപ്പ് വേണമെങ്കിൽ ലോഡ് ഓപ്ഷനകത്ത് വന്നതിന് ശേഷം ഇവിടെ നിന്ന് ലോഡ് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കാം. അതിനെ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുമ്പോഴേക്കും ആ ഒരു ലൈൻ ടൈപ്പ് ഇവിടെ മാറിയിട്ടുണ്ടാവും. കണ്ടോ, ലൈൻ ടൈപ്പ് മാറിയത് കണ്ടോ. ഇതുപോലെ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഏത് ലൈൻ ടൈപ്പിലാണോ വേണ്ടത് അത് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്ത ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ വെയിറ്റ് ആണ്. ഇപ്പൊ ഞാൻ ഈ രണ്ടാമത്തെ ലെയറിന് ഒരു ലൈൻ വെയിറ്റ് കൊടുക്കാണ്. ഞാനൊരു 0.30 എന്നൊരു ലൈൻ വെയിറ്റ് കൊടുക്കാണ്. ഡിഫോൾട്ട് ലൈൻ വെയിറ്റ് എന്ന് പറയുന്നത് 0.25 ആണ്. അത് ആണ് ഇതിന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ലൈൻ വെയിറ്റ്. ഡിഫോൾട്ട് എന്ന് പറഞ്ഞു കിടന്നു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കുക 0.25 ആണ് ലൈൻ വെയിറ്റ്. ഇപ്പൊ ഞാൻ 0.30 എന്നൊരു ലൈൻ വെയിറ്റ് ഇവിടെ കൊടുക്കുകയാണ്. ഇവിടെ കൊടുത്തു കഴിഞ്ഞാലും ആ രണ്ടാമത്തെ ലെയറിൽ വരച്ച ഒബ്ജക്ട്സിന് ലൈൻ വെയിറ്റ് കാണാൻ പറ്റത്തില്ല. കണ്ടിട്ടില്ല. അതിന് വേണ്ടിയിട്ട് സ്റ്റാറ്റസ് ബാറിൽ വന്നിട്ട് ഇവിടെ ലൈൻ വെയിറ്റ് ഡിസ്പ്ലേ എന്നൊരു ഓപ്ഷൻ നമ്മളിവിടെ ഓൺ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ അതിനകത്ത് കാണിച്ചിട്ടില്ല. സ്റ്റാറ്റസ് ബാറിന്റെ കസ്റ്റമൈസേഷനകത്ത് വന്നിട്ട് ഇവിടെ കണ്ടോ ലൈൻ വെയിറ്റ് കിടപ്പുണ്ട്. ആ ലൈൻ വെയിറ്റ് ഇതാ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ആ ലൈൻ വെയിറ്റ് ഓൺ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ലൈൻ വെയിറ്റ് കാണാൻ പറ്റും. ഇവിടെ ഓൺ ചെയ്താലും ഓഫ് ചെയ്താലും ലൈൻ വെയിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിന്റിലാണ് നമുക്ക് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഓൺ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് പ്രിന്റിൽ കിട്ടാണ്ടൊന്നും ഇരിക്കില്ല. പ്രിന്റിൽ കിട്ടും നമ്മൾ ലൈൻ വെയിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ.
ദെൻ അടുത്തെന്ന് പറയുന്നത് ഇതിന്റെ ട്രാൻസ്പെറൻസി ആണ്. ട്രാൻസ്പെറൻസി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 0 to 90 വരെയാണ്. 90 വന്നിട്ട് മാക്സിമം ആണ്. ഞാനൊരു 85 എന്നൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതിന്റെ ട്രാൻസ്പെറൻസി നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു തിക്നെസ് കൂടി അല്ലെങ്കിൽ ഒരു ലൈൻ വെയിറ്റ് കൂടി കൊടുത്തു കഴിയുമ്പോഴാണ്. ലൈൻ വെയിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിന്റ് എടുക്കുമ്പോൾ എത്ര ഇങ്ക് അവിടെ വിഴണം എന്നുള്ളതാണ് ലൈൻ വെയിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അതിന്റെ വിട്ട് അല്ല കൂടുന്നത്. അവിടെ എത്ര ഇങ്ക് ആണ് പ്രിന്റ് എടുക്കുന്ന സമയത്ത് വിഴേണ്ടതെന്നുള്ളതാണ്. ഇവിടെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ബി പി ഫ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂ പോർട്ടിനകത്ത് ഫ്രീസ് ചെയ്യുന്നതാണ്. ഫൈനൽ നമുക്ക് പ്രിന്റ് എടുക്കുന്ന സമയത്തും ഇതിനകത്ത് ഏതെങ്കിലും ലെയർ അവിടെ വേണ്ട എങ്കിൽ ഇവിടെ നമുക്ക് അത് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. എങ്കിൽ അവിടെ വരത്തില്ല. ഇപ്പൊ ഞാൻ ഈ ഒന്നാമത്തെ ലെയർ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെയറിൽ പ്രിന്റ് എടുക്കുന്ന സമയത്ത് അത് കിട്ടത്തില്ല. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൺ ഓഫ് ആണ്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ലെയർ ഓഫ് ചെയ്യാണ്. കണ്ടോ, ഇവിടെ ഇതാണ് ഓഫ് ബട്ടൺ. ഒരു ബൾബിന്റെ സിമ്പിൾ ആണ് വരുന്നത്. ഫസ്റ്റ് ലെയർ ഓഫ് ചെയ്തപ്പോൾ കണ്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് പോയി, ഫസ്റ്റ് ലെയറിനകത്തുള്ള ഒബ്ജക്ട്സ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ ഒന്നാമത്തെ ലെയർ കറന്റ് ലെയർ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ചോദിക്കും. കണ്ടോ, കറന്റ് ലെയർ വിൽ ബി ടേൺഡ് ഓഫ്, വാട്ട് യു വാണ്ട് ടു ഡു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, കറന്റ് ലെയർ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. അത് വേണമെങ്കിൽ ഓൺ ചെയ്ത് വെക്കാം. ഓഫ് ചെയ്ത് വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ കറന്റ് ലെയർ ആക്റ്റീവ് ആക്കാം. അപ്പൊ എനിക്ക് അതിനകത്ത് ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് പറ്റില്ല, കാണാൻ പറ്റത്തില്ല. കാരണം അത് ഓഫ് അല്ലേ. ഞാൻ ഇവിടെ ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ എന്ത് പറ്റത്തുള്ളൂ, ആ ഒരു ലെയർ കൂടി അവിടെ കാണാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഓഫ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീസ് ആണ്. ഫ്രീസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫ്രീസ്. ലെയർ പ്രോപ്പർട്ടീസിനകത്ത് പോയി കഴിഞ്ഞാലും ഫ്രീസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഫ്രീസ് ചെയ്യുമ്പോൾ ഒരു കാണിക്കുന്നുണ്ട്. കറണ്ട് ലെയർ ഒരിക്കലും ഫ്രീസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, കറണ്ട് ലെയർ ഫ്രീസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് മൂന്നാമത് ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ ഫ്രീസ് ചെയ്യാണ്. രണ്ടാമത്തെ ലെയറിനെ ഫ്രീസ് ചെയ്യാണ്. രണ്ടാമത്തെ ലെയറിനെ ഫ്രീസ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ടാമത്തെ ലെയറിലുള്ള ഒരു ഒബ്ജക്ട്സും കാണാൻ പറ്റണില്ല. നമുക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ ലെയർ ഒരിക്കലും കറണ്ട് ലെയർ ആക്കാനും പറ്റത്തില്ല. അത് കണ്ടോ, എക്സ്റഫ് എന്ന് കൊണ്ടുവരുന്ന ലെയറും കറണ്ട് ലെയറും ഫ്രീസ് ചെയ്ത ലെയറുമാണ് കറണ്ട് ലെയർ ആക്കാൻ പറ്റാത്തത്. എക്സ്റഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ റെഫറൻസ് ആയിട്ട് എന്ത് ഫയൽ കൊണ്ടുവന്നിട്ട് അതിന്റെ ഉള്ളിലുള്ള ലെയേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ആയിട്ട് കറണ്ട് ലെയർ ആക്കാൻ പറ്റത്തില്ല. ക്ലിയർ. ദെൻ അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് ആണ്. ഞാൻ മൂന്നാമത്തെ ലെയറിനെ ലോക്ക് ചെയ്ത് വെക്കുന്നു. ലോക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ മൂന്നാമത്തെ ലെയറിലുള്ള ഒരു ഒബ്ജക്റ്റിനെയും കാണാൻ പറ്റുന്നില്ല. മൂന്നാമത്തെ ലെയർ എനിക്ക് വേണമെങ്കിൽ കറണ്ട് ലെയർ ആക്കാം, അതിലേക്ക് ഡ്രോയിങ്സ് വരയ്ക്കാം. പക്ഷെ കണ്ടോ, ഇങ്ങനെ ഒരു സിമ്പിൾ ആയിരിക്കും കാണിക്കുക. അത് ലോക്ക് ആണ് കേട്ടോ. അത് വളരെ ഡിം ആയിട്ടാണ് ഇരിക്കുന്നത്. പുതിയ കാര്യങ്ങൾ ചെയ്താലും പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരിക്കലും ഡിലീറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊന്ന് എറേസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും എറേസ് ആവത്തില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യാതൊരു കാര്യങ്ങളും നമുക്ക് പുതുതായിട്ട് എക്സ്ട്രാ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷെ അതിനകത്തുള്ള ഒന്നും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമുക്ക് ഫ്രീസ് ചെയ്ത ലെയറിലേക്ക് ഒബ്ജക്ട്സിനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫ്രീസ് ചെയ്ത ലെയർ ഇതാണ്. അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് അത് ഇങ്ങനെ ഒരു ഓപ്ഷൻ മൂവ് ചെയ്തിട്ടുണ്ടെന്നൊരു ഒരു മെസ്സേജ് കൂടി കാണിച്ചു തരും. അതങ്ങ് മൂവ് ആയിട്ടും ഉണ്ടാവും. ഞാനതിന് ഫ്രീസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അതിനകത്തുള്ള ഒബ്ജക്ട്സ് എല്ലാം കാണാനും പറ്റും. ഇതാണ് മെയിൻ ആയിട്ടുള്ള ലെയർ പ്രോപ്പർട്ടീസ്. ഇത് നമുക്ക് ഓരോ ഒബ്ജക്റ്റിനെ അത് പ്രിന്റ് എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് ഇവിടെ പ്രിന്റ് എടുക്കുമ്പോൾ എനിക്ക് വേണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് തന്നെ ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്ലോട്ട് ഓപ്ഷൻ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു കാര്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിൽ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസ് വരുന്ന വീഡിയോസും കാണുക. ഓക്കെ, താങ്ക് യു.